സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ചങ്കുകളെ, പിന്നെ നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു അടുപ്പാണ് കേട്ടോ. കുറഞ്ഞ ചിലവിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അടുപ്പിനെ കുറിച്ചാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അടുപ്പിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഒരു ഫാനാണ്. ആദ്യം ഒരു ഫാനാണ്, അതായത് ചെറിയൊരു ഫാനുണ്ട്. അതുപോലെ ഒരു മൊബൈൽ ചാർജർ, സ്റ്റൗവ് പോലെ നിർമ്മിച്ചിട്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടതാണോ ഈ കാണുന്ന ഈ അഡാപ്റ്റർ ഉണ്ടല്ലോ, ചെറിയ ഈ ചാർജറിലൂടെയാണ് ഇതിലേക്ക് കറണ്ട് വരുന്നത്. ഇവിടെ ഉള്ളത് ഒരു ഫാനാണിത്. ഈ കാണുന്നത് ഒരു ചെറിയൊരു ഫാനാണ്. ഇതിൻ്റെ എയറിലാണ് ഇത് കത്തുന്നത്. ഈ ചെറിയ തുച്ഛമായ കറണ്ട് ചാർജ് ഇതിന് വരുന്നുണ്ടാവുള്ളൂ. അതായത് നമ്മളൊരു മൊബൈലിക്ക് ചാർജ് കയറ്റുന്നത് പോലത്തെ ചാർജാണ് ഈ ഫാൻ. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടത്. തുച്ഛമായ മൊബൈൽ ചാർജറിൻ്റെ വരുന്ന ഒരു കറണ്ട് മാത്രമാണ് എനിക്ക് വരുന്നത്. പിന്നെ ഇത് സ്റ്റൗ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഡീസലോ അതുപോലെ മണ്ണെണ്ണയോ ഗ്യാസൊന്നും ഇതിനാവശ്യമില്ല. ഇതിനാവശ്യമായിട്ട് വരുന്നത് ഒന്നെങ്കിൽ ഈ കരിയോയലുകൾ, നമ്മൾ വണ്ടികളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന കരിയോയലുകൾ, അതുപോലെ പിന്നെ നമ്മൾ ഈ കണ്ടില്ല ഈ കുപ്പിയിലുള്ളത് കരിയോയിലാണ്. ഈ കരിയോയിൽ ഇപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന കരിയോലുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന കരിയോലുകൾ ചെറിയ വിലക്കോ ചെറിയ രീതിയിലൊക്കെ കിട്ടും, വെറുതെ കിട്ടണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അത്തരത്തിലുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഈ കരിയോയിൽ കൊണ്ടാണ് ഇപ്പോൾ ഈ കത്തിക്കുന്നത്. ഇത് ഈ പൈപ്പ് വഴി, ഇപ്പോൾ കാണിക്കുന്ന പൈപ്പ് വഴി അതിൻ്റെ ഓസിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് വരികയാണ്. ആ ഓസ് അതിക്ക് സെറ്റ് ചെയ്തിട്ട് അതൊക്കെ ഈ കറക്റ്റായിട്ട് കാണിക്കും. ഓരോ നമ്മളെ വീഡിയോൻ്റെ രീതിക്കനുസരിച്ച് കാണിക്കും. ഇതുപോലെ നല്ല പവറിൽ കത്തും ചെയ്തിട്ടത്. പിന്നെ അപ്പോൾ ഈ കരിയോയിൽ കത്തിക്കഴിഞ്ഞ് കരിയോയിലില്ലെങ്കിൽ നമുക്ക് ചിരട്ടുണ്ടെങ്കിൽ ചിരട്ട ഇട്ടാണ്ട് ഇത് കത്തിക്കാൻ പറ്റും. ചിരട്ട ഇട്ടാണ്ട് തീയിട്ടാണ്ട് നമുക്കിത് കത്തിക്കാൻ പറ്റും. ഇത് കത്തിയതിൻ്റെ ശേഷം ഈ എയർ കൊണ്ട് നമുക്ക് ഒരു 2 ചിരട്ട കൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലൊരു ഭക്ഷണം നമുക്ക് ഇതുകൊണ്ട് പാകം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ വിറക് ചെറിയ പീസൊക്കെ വിറകുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകാണ്ടേ കത്തിക്കുക. അപ്പോൾ ഇതിലേക്ക് എന്താ വെച്ചാൽ നമ്മൾ കത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ അടുപ്പിൽ കത്തിക്കണ മാതിരി ആദ്യം തീയിട്ട് കത്തിക്കണം. തീപ്പെട്ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ കത്തിച്ചാൽ കഴിഞ്ഞാൽ പേപ്പർ എന്തെങ്കിലും ഇട്ട് കത്തിച്ചിട്ട് ഈ ഫാനുണ്ട് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതായത് ഈ അഡാപ്റ്ററാണ് ചാർജർ പോലത്തെ, ചാർജറിൻ്റെ ഒരു മൊബൈൽ ചാർജറിൻ്റെ ചാർജ് ഇതിന് വരുന്നുള്ളൂ. ആ അഡാപ്റ്ററിൽ നിന്ന് ഈ ചെറിയ ഫാനിലേക്ക് കറണ്ട് വരികയാണ്. ആ അഡാപ്റ്ററിൽ നിന്ന് ചാർജ് ആ കറണ്ട് വഴിയാണ് ഈ ഫാൻ വർക്ക് ചെയ്യണത്. അത് ചെറിയ തുച്ഛമായ കറണ്ട്, നമ്മൾ സാധാ മൊബൈൽ ഫോണിൻ്റെ ചാർജർ എത്രയാണോ കറണ്ട് വരുന്നത് അത്ര കറണ്ട് ഇതിന് വരുന്നുള്ളൂ. പിന്നെ ആ ഇതിലാണ് ഇത് കത്തുന്നത്, അതിൻ്റെ സ്പീഡിൻ്റെ അതിൻ്റെ പവർ കൊണ്ട്. അപ്പോൾ ഇനി പിന്നെ ഇതിലേക്ക് പറഞ്ഞാൽ തുച്ഛമായതായത് കുറഞ്ഞതുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന, അതായത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര വിറക് വരുന്നോ ആ വിറക് കൊണ്ട് നമുക്ക് 4 നേരം, സാധാരണത്തിനേറെ 4 നേരമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അതായത് 3 ഇരട്ടി നമുക്ക് ഇതുകൊണ്ട് ഉപയോഗം കിട്ടും. ഈ ഫാൻ ഉള്ളത് കൊണ്ടാണ്, അത് ഈ ഫാനിൻ്റെ ഗുണം കൊണ്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രീതികളൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ പിന്നെ തടുപ്പ് നിർമ്മിച്ചത് എൻ്റെ പെങ്ങളെ മോൻ റഷീദാണ്, ഇളയൂരിലുള്ള. അപ്പോൾ അവൻ ഇതിൻ്റെ മുന്നേ വേറെ ഒരു ഗുഡ്സിന്ന് വെള്ളം പിന്നെ എടുക്കുന്ന ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ വിട്ടിരുന്നു. അത് 13 ലക്ഷത്തോളം പേര് അത് കണ്ടു, 13 വ്യൂസ് കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെറിയ തോതിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വിട്ടിരുന്നു. ഇത്ര വിശദമായിട്ട് വിട്ടിട്ടില്ലായിരുന്നു, ചെറിയ രീതിയിലായിരുന്നു വിട്ടത്. ഇപ്പോൾ യൂട്യൂബിലായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് ഇത് വിട്ടു എന്ന് മാത്രം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർക്ക് ഇതിൻ്റെ രീതി, അടുപ്പിൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചിലവിൽ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണിത്. ചിലവ് ചുരുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ വേസ്റ്റായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ എന്തായത് ഇപ്പോൾ വലിയ ഇതിലൊക്കെ കാറ്റഗറിയൊക്കെ നടക്കുന്നവർക്ക് എണ്ണകളൊക്കെ കൂടുതൽ കുറച്ച് ടൈമാകുമ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഇങ്ങനത്തെ അടുപ്പുണ്ടെങ്കിൽ കുറേ ചിലവ് ചുരുക്കിയാണ്ട് ഈ എണ്ണ കൊണ്ട് തന്നെ അടുപ്പിൻ്റെ ഉപയോഗം നടക്കും. അത് ഈ ഒഴിവാക്കപ്പെട്ട ഓയിലുകളൊക്കെ അതുകൊണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ കത്തിക്കാൻ പറ്റും. കൂടുതൽ വിറകോ കാര്യമൊന്നും വേണ്ട. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വിറകുണ്ടെങ്കിലും ഈ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ലാഭകരമാവും. ഇപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കാൻ പറ്റും എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ അടുപ്പിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് വലിയ രീതിയിൽ സ്റ്റവ്, ഇപ്പോൾ ചെറിയ രീതിയിലുള്ള സ്റ്റവാണ്, ഇത് വലിയ രീതിയിലേക്ക് മാറ്റി ഉണ്ടാക്കാനും പറ്റാവുന്നതാണ്. അപ്പം ഇതിപ്പോൾ നമ്മളെ എല്ലാവർക്കും നമ്മളെ
യൂട്യൂബിലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതുപോലെ നമ്മുടെ വ്യൂസിന് എല്ലാവരും ഇത് കാണിക്കുകയാണ്. ഓക്കെ.